rahmatullahi ta'ala wa barakatuh. Bismillahir rahmanir rahim. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയം എന്തുകൊണ്ടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഡിജിറ്റൽ വിദ്യാഭ്യാസം ഒരു അമ്മയുടെ ആശയവും ഒരു ടീച്ചറുടെ സ്വപ്നവും ഒരു കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിയുടെ ലോകവുമാണ്. ഓർക്കുക, ഒരു ചെറിയ കാലം രാവിലെ സ്കൂളിന് പോകുമ്പോൾ ലഞ്ച് ബോക്സിൽ അമ്മ വെച്ചു തന്ന ഉപ്പേരിയുടെ മണം, ക്ലാസ്സിൽ സ്നേഹത്തോടെ രഹസ്യം പറഞ്ഞപ്പോൾ കിട്ടിയ ചിരി, ഗ്രൗണ്ടിൽ ഓടിത്തളർന്ന് വിയർത്തു നിന്നുണ്ടായ ആ സ്വാഭാവികമായ ആനന്ദം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലോകം ഒരു സ്ക്രീനിന്റെ ചതുർകോണത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അവരുടെ ലഞ്ച് ബോക്സ് ഒരു സ്മാർട്ട് ഫോണായി മാറി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പായി മാറി, അവരുടെ ക്ലാസ് റൂം ഒരു ലാപ്ടോപ്പിന്റെ പിന്നിലായി മാറുകയാണ്. ഇതാണ് നമ്മുടെ പുതിയ യാഥാർത്ഥ്യം. ഡിജിറ്റൽ വിദ്യാഭ്യാസം അച്ഛന്മാരെ, അമ്മമാരെ, നമുക്ക് തോന്നുന്നില്ല ഈ ചെറിയ യന്ത്രത്തിൽ നമ്മുടെ കുഞ്ഞിനെ മുഴുവനും ഏൽപ്പിച്ചത്. അവിടെ എന്താണ് കാണുന്നത് നമുക്കറിയാമോ? ആരാണ് പഠിപ്പിക്കുന്നത്? ഒരിക്കലും കൂടി എടുത്ത ഈ സ്ക്രീൻ ടൈം ഇന്ന് പഠനം എന്ന പേര് നിർബന്ധമായും ഇത് ശരിയാണ് എന്നാണ് എല്ലാ അമ്മമാരുടെ ഹൃദയത്തിൽ ആശങ്ക. എന്നാൽ ഗുരുജനങ്ങളെ, നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നത് ഓരോ വ്യത്യസ്തമായ രീതി. ഒരു കുട്ടിയുടെ ജീവിതം മാറ്റാൻ കഴിയുമെന്ന ഒരു സ്വപ്നം തിരുവനന്തപുരത്തിരിക്കുന്ന ഒരു മാസ്റ്റർ പാലക്കാട്ടെ ഒരു മിടുക്കനെ IIT-യിലേക്ക് നയിക്കുന്നു. ഒരു ചെറിയ ഗ്രാമത്തിലെ പെൺകുട്ടി ഓൺലൈനിലെ ലോകത്തെ മികച്ച സയന്റിസ്റ്റുമായി സംവദിക്കുന്നു. ഇതാണ് ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്ന അത്ഭുതകരമായ അവസരം. അത് ഒരു സത്യത്തിന്റെ ആയുധം ആകാം. പക്ഷേ എന്റെ പ്രിയ സഹപാഠികളെ, നമുക്ക് സത്യം പറയണം, ഓൺലൈൻ ക്ലാസ് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുകയാണോ? ഒരു പാഠം കേൾക്കുമ്പോൾ തന്നെ മറ്റൊരാൾ ടാബിൽ യൂട്യൂബ് വീഡിയോ കാണുകയും ഞങ്ങളല്ലേ? ക്ലാസ് മുടങ്ങുമ്പോൾ നെറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ഗെയിം ചാടുന്നത് ഞങ്ങളല്ലേ? ഇത് എളുപ്പമാണ്, എന്നാൽ ഇത് ഞങ്ങളുടെ ഒറ്റപ്പെടുത്തുകയാണ്. സ്നേഹിതരുടെ കൂട്ടത്തിൽ ചിരിക്കാനുള്ള സന്തോഷം ഞങ്ങൾക്ക് ഒരു ഓർമ്മയായി മാറുകയാണ്. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം? അച്ഛന്മാരെ, അമ്മമാരെ, സഹപാഠികളെ, നമുക്ക് കുട്ടികളുടെ ഡിജിറ്റൽ യാത്രയിൽ സഹയാത്രകളെ ആവാം. നമുക്ക് എന്താണ് കാണുന്നത് അത് എന്ന് മനസ്സിലാക്കാം. എന്ന് ഒരു നിമിഷം ഫോൺ വായിക്കുക, അവരോടൊപ്പം പുറത്തേക്കെല്ലാം നടക്കാൻ പോവുക, അവരുടെ കൂടെ ചെറിയ കളികളെല്ലാം കളിക്കുക. ഗുരുജനങ്ങളെ, ഞങ്ങൾ ഡിജിറ്റൽ ഗുരുക്കന്മാർ ആവുക. പാഠങ്ങൾ രസകരമാക്കി ഞങ്ങൾ ഓൺലൈനിൽ വെച്ച് ഓഫ്ലൈൻ എന്ന പോലെ വിചാരിച്ച് സർക്കാർ എല്ലാ കുട്ടികൾക്കും ഒരു സമ്മാനമായി മൈതാനം നൽകുക. എല്ലാവർക്കും ഇന്റർനെറ്റ്, ഒരു ടാബ്ലറ്റ് ലഭ്യമാകുന്ന ഒരു കേരളം നിർമ്മിക്കുക. നമുക്ക് സുഹൃത്തുക്കളെ, ഡിജിറ്റൽ വിദ്യാഭ്യാസം ഒരു വരാന്തരമാക്കാം, ശാപമാക്കാം. അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിക്കുന്നു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് നടക്കാം. സ്ക്രീനിന്റെ നീലത്തിരിവാലകളിൽ മുങ്ങിച്ചാകാൻ അനുവദിക്കരുത്. മറിച്ച് അതിനെ ഒരു വളമായി മാറ്റി ലോകം മുഴുവനും അവരുടെ വിരലടിയിൽ എത്തിക്കാം. ഒരു ക്ലിക്ക് അകലെ അവരുടെ ഭാവി പ്രകാശിക്കട്ടെ. പക്ഷേ അത് ഒരു സ്നേഹത്തിന്റെ ചിരി പോലും ശുദ്ധവും ഒരു അമ്മയുടെ ശുപാർശ പോലെ സുരക്ഷിതമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജനറൽ വിഭാഗം പ്രസംഗം